ഹായ്. ഹലോ. അപ്പോൾ നെസ്റ്റയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കടലാണ്. ഇന്നലെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ വെള്ളാണിപ്പാറ പോയി. ഇത് കടൽക്കാണിപ്പാറ. ഇതെല്ലാം അടുത്തടുത്തുള്ള വെഞ്ഞാറമൂട് കിളിമാനൂരിന് ഇടയിലുള്ള സ്ഥലങ്ങളാണ്. വെഞ്ഞാറമൂടില്ല, വെഞ്ഞാറപ്പാറ 3 സ്ഥലം ഞാൻ വന്നാൽ കാണിച്ചു തന്നില്ലേ, എല്ലാത്തിന്റെയും അടുക്കാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് എവിടെയാണ്? കാരേറ്റിന്ന് നമ്മൾ കല്ലറ പാലോട് പോകുന്ന റോഡിന് ഇടയിലുള്ള. അപ്പോൾ നമുക്ക് ഇറങ്ങാം. താളിക്കുഴി നമ്മളന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് നമ്മൾ ആ കാണുന്ന വഴിയാണ് പോകാറുള്ളത്. വേറെയും വഴികളുണ്ട്, ബട്ട് ഇതാണ് ഏറ്റവും നല്ല വഴി. റൈറ്റിലോട്ടുള്ള വഴി പാലോട് പോകണം റൂട്ടാണ്. മെയിൻ സാധനങ്ങൾ കാണിച്ചില്ല. ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റും റൈറ്റും ഉണ്ട്, സ്ട്രേറ്റ് പോയാൽ മതി. നല്ല റോഡിൽ നിന്ന് ഒന്ന് മോശമായുള്ള റോഡിൽ കൂടെ കയറി പോകും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് ആ റോഡ്, നമ്മൾ വന്ന റോഡ് അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നല്ലോണം എഴുതി വെച്ചിട്ടുണ്ട്. കടൽക്കാണിപ്പാറ എന്നുള്ള ബോർഡുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് വണ്ടി പോകും, പക്ഷെ ചെറിയ വഴിയാണ്. പക്ഷെ ബോർഡുള്ളതുകൊണ്ട് കുഴപ്പമില്ല. രാത്രിയൊക്കെ വന്നാലും അറിയാം. ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വന്നത് അറിയണം. ഞങ്ങൾ ആദ്യം മണ്ടയോട്ട് പോകുന്നത്. താഴെയും കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട്. അത് മുകളിലോട്ട് പോകാൻ വിചാരിച്ചു. അത് മുകളിലോട്ട് കയറണം. കുറച്ച് കയറിയാൽ മതി. ഞങ്ങൾ പിന്നെ കുറച്ച് ദിവസം ഞങ്ങൾ കോവിഡും കൂടെ കഴിഞ്ഞ് 2 കോവിഡും കൂടെ കഴിഞ്ഞപ്പോൾ നല്ല ബോഡി വീക്കായി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ വന്ന 11:30 സമയമാണ്. വൈകിട്ടൊക്കെ വന്ന് ഇവിടെ ചെറിയ മഞ്ഞൊക്കെ ഇറങ്ങാം. ഞാൻ മുമ്പ് വന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തണുപ്പുണ്ട്, ഇവിടെ ഉണ്ട് തണുപ്പുണ്ട്. ചുറ്റും മഞ്ഞിൻ്റെ ഒരു ഇതുമുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ ഇവിടെ നേരിട്ട് കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്, കടലാണിപ്പാറ ക്ഷേത്രമാണ്. അതാണ് അമ്പലം. ചെറിയ അമ്പലമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ കുറച്ച് ചാടി ഇറങ്ങണം. പിന്നെ ഞങ്ങൾ അങ്ങോട്ടിപ്പോൾ പോകുന്നില്ല, സമയമല്ലേ. ഇത് താഴെ, അതിൻ്റെ എൻട്രൻസ് താഴെയാണ്. വേറെ വഴിയുണ്ട് താഴെ. അത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചതാണ്. നമ്മൾ നേരെ പോയാലും മതി, പക്ഷെ അത് നമ്മൾ പിന്നെ ആ കുന്ന് കയറി വരണം. അത് പ്രോപ്പർ വഴിയല്ല. ഇങ്ങോട്ട് കയറാൻ കുറച്ച് പാടാണ്. ഇവിടെ ചാടി കയറേണ്ടി വരും. അത് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. പ്രതിഷ്ഠ ഇല്ല അവിടെ. ജസ്റ്റ് നാഗര ഒരു ഇതേ ഉള്ളൂ. പിന്നെ മുകളിലിരുന്ന് അല്ല, ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഇറങ്ങാത്തൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഇവന്റെ ഫോൺ റിവ്യൂ ഇവിടെ വെച്ച് മുകളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബാഗിന്റെ റിവ്യൂ. ബാഗിന്റെ റിവ്യൂ ഏകദേശം ഇവിടെ അതല്ല, കുറച്ചും കൂടെ താഴെ ഒന്ന വഴിയില്ല. ഇതിപ്പോൾ നമുക്ക് മുകളിലോട്ട് ഇതൊരു മണ്ടിലോട്ട് വീണ്ടും കയറാം. കടൽ
വെള്ളാണിപ്പാറ പേര് വരാൻ കാരണം ഞാൻ കടൽ കണ്ടിട്ടില്ല. കടലിൽ തന്നെ തോന്നുന്നു ഒരിക്കൽ ഞാൻ കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ പുകയും കാര്യങ്ങളും മഞ്ഞൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരിക്കൽ നമ്മൾ കോവിഡ് സമയത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ്. ഇവിടെ ലൈറ്റ് ഹൗസ് എന്തോ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ആ ഭാഗത്തായിട്ട് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്, കൊച്ചിയിൽ കണ്ടിട്ടുണ്ട്, മുമ്പ് വരുമ്പോഴേ കണ്ടിട്ടുണ്ട്. പക്ഷേ കടൽ ഞാൻ കോവിഡ് സമയത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല, കടലാണെന്ന് തോന്നുന്നു. ആ ഒരു ഇത് കണക്ക് കാണാം. കാരണം നോർമലി നമുക്കറിയാലോ പുകയും കാര്യങ്ങളും ഇതൊക്കെ കാരണം ഇപ്പോഴും കാണത്തില്ല, ഇപ്പോൾ ഒട്ടും കാണത്തില്ല. ഇപ്പോൾ ചെറിയൊരു മഞ്ഞുകൂടാണ്, അല്ലെങ്കിലും കാണത്തില്ല. പക്ഷേ ലൈറ്റ് ഹൗസ് ആയിട്ടുണ്ട്. അപ്പം എന്തായാലും കടൽ കാണുമല്ലോ. കാരണം ലൈറ്റ് ഹൗസിനപ്പുറം ഞാൻ കടൽ കണ്ടു കോവിഡ് സമയത്ത് വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഈ ഏരിയ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്താണ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ. അപ്പോൾ ടാറ്റ.